ഇന്ന് നമ്മൾ നമ്മുടെ 8th ഓറിയന്റേഷൻ, അതായത് നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ഫൈനൽ സെഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പം വൺസ് അഗൈൻ എല്ലാവർക്കും നമ്മുടെ ഫൈനൽ ഓറിയന്റേഷൻ സെഷനിലേക്ക് വെൽക്കം ചെയ്യാണ് ഞാൻ എല്ലാവരെയും. അപ്പം ഇതുവരെ നിങ്ങൾ ഒരുപാട് ഓറിയന്റേഷൻ സെഷൻസ് അറ്റൻഡ് ചെയ്തിരുന്നു. അറൌണ്ട് ഒരു 9 ഓറിയന്റേഷൻ സെഷൻസ് ആണ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാൻ നമ്മുടെ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ തീം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഡിസ്കവർ, ലേൺ ആൻഡ് അച്ചീവ് എന്നുള്ളതാണ്. ഇത് ഓൾറെഡി നമ്മൾ കഴിഞ്ഞ സെഷൻസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിലേക്കുള്ള ഒരു ഒരു യാത്രയിലാണ് നമ്മൾ, അല്ലെ? ഇപ്പൊ നമ്മുടെ ലക്ഷ്യം അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരു ഡ്രീം അച്ചീവ് ചെയ്യുക എന്നുള്ളതിന്റെ ഒരു യാത്രയിലാണ് നമ്മളിപ്പം എത്തി നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും അവസാനത്തെ സെഷൻ, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സെഷൻ ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഹാപ്പൻ ആവാൻ പോകുന്നത്. അപ്പം ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ഒരുപാട് സെഷൻസ് അറ്റൻഡ് ചെയ്തിരുന്നു. ഒരുപാട് പേര് ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് പേര് റെക്കോർഡ് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ഏതൊക്കെയാണ് സെഷൻസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. അതിനു മുന്നേ ആയിട്ട് നിങ്ങളുടെ ഒരു സെഷൻ വിഷസ് അറിയിക്കാനായിട്ട് നമ്മുടെ ലേൺ വൈസിന്റെ കോർ ടീം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതിൽ നമുക്ക് എസ്പെഷ്യലി പറയാനായിട്ട് നമ്മുടെ CEO സാർ ആയിട്ടുള്ള റഹീസ് സാറ് സാറിന് പ്രസന്റ് ആവാൻ പറ്റിയിട്ടില്ല, നിങ്ങളോട് വിഷസ് അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അക്കാദമിക് കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാർ ഇവിടെ പ്രസന്റ് ആണ്. അതുപോലെ നമ്മുടെ സ്റ്റുഡന്റ് സക്സസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫാത്തിമ സുഹ്റ മാം പ്രസന്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും വിഷസ് അറിയിക്കാനായിട്ട് ഇവരെ കൂടാതെ നമ്മുടെ ലേൺ വൈസിന്റെ എല്ലാ കോർ ടീമും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത് കൂടാതെ എന്റെ പേര് ദുർഗ, ഞാൻ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെന്റർ ആണ്. എന്നോടൊപ്പം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ തഹസീൻ മാം, അതുപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയുള്ള ഹിബ മാം, അതുപോലെ രാഗി മാം, എല്ലാവരും അവൈലബിൾ ആണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരുമാണ് നിങ്ങളെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ ഹാപ്പൻ ആവാനായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇതുവരെ കടന്നു പോയിട്ടുള്ള സെഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സെഷൻസ് തന്നെയാണ്. അപ്പം ആദ്യം നമ്മൾ കടന്നെത്തിയത് സേ ഹലോ ടു സെഷൻ ആയിരുന്നു. അതായത് നിങ്ങൾ പരസ്പരം പരിചയപ്പെടാനും അല്ലെങ്കിൽ ലേൺ വൈസ് ഫാമിലിയിലേക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു സേ ഹലോ ടു. അത് കഴിഞ്ഞ് നമ്മൾ ഇഗ്നോയുടെ കാര്യങ്ങൾ, ഇപ്പം എങ്ങനെയാണ് സൈറ്റും അല്ലെങ്കിൽ നമ്മുടെ ഇഗ്നോ റിലേറ്റ് ചെയ്തുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്ന സെഷൻ ആയിരുന്നു വോക്ക് വിത്ത് ഇഗ്നോ എന്ന സെക്കൻഡ് സെഷൻ. അതുപോലെ തന്നെ നിങ്ങളുടെ സിലബസ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തന്നിട്ടുള്ള തേർഡ് സെഷൻ ആയിരുന്നു സിലബസ് ഡീകോഡിംഗ് അഥവാ ലേൺ വിത്ത് ലേൺ വൈസ് എന്നുള്ള സെഷൻ. നെക്സ്റ്റ് നമ്മൾ ലേൺ വൈസ് ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്ന ഒരു സെഷൻ ഉണ്ടായിരുന്നു. അതായിരുന്നു നമ്മുടെ ഫോർത്ത് സെഷൻ. അതുപോലെ തന്നെ നമ്മുടെ ഫാക്കൽറ്റി അല്ലെങ്കിൽ മെന്റേഴ്സ്, നമ്മൾ ആരൊക്കെയാണ് ഈ ഒരു ലേൺ വൈസിന്റെ ബാക്കിൽ അല്ലെങ്കിൽ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങളിലേക്ക് എത്തിച്ച സെഷൻ ആയിരുന്നു എൻമാസെ സെഷൻ. അതുപോലെ നമ്മുടെ ഇപ്പം കഴിഞ്ഞ ഇയറുകളിലായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലായി നമ്മൾ പഠിച്ചു പോയിട്ടുള്ള സ്റ്റുഡൻസ് അവരുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അവരുടെ ഇൻസൈറ്റ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു അലുമിനി ടോക്ക് എന്ന് പറയുന്ന സെഷൻസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത്, അല്ലെങ്കിൽ നമുക്ക് മെന്റലി ഒരു സപ്പോർട്ട് വേണ്ടത്. അപ്പൊ അതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ് ഹാപ്പിനെസ് അംബാസിഡർ ഫെസിലിറ്റി. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റൽ ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന സെഷൻ ആയിരുന്നു മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഹാപ്പിനെസ് അംബാസിഡർ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു MBAക്ക് ശേഷം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു PG പ്രോഗ്രാമിന് ശേഷം നമുക്ക് എന്തൊക്കെയാണ് ഹോപ്പ്, അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയാണ് നമുക്ക് ഡെവലപ്മെന്റ് ആവേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ സാഹചര്യങ്ങളാണ് നമുക്ക് മുന്നിൽ എത്തി നിൽക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്ന കരിയർ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള ക്ലാസ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. ആൻഡ് ഓൾസോ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അല്ലെ? ഇംഗ്ലീഷ് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാമിനെ കുറിച്ചും നമുക്കൊരു സെഷൻ അവൈലബിൾ ആയിരുന്നു. അപ്പൊ ഇത്രയായിരുന്നു നമുക്ക് കഴിഞ്ഞ 9 സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്തിരുന്നത്. ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് ഏറ്റവും ഫൈനൽ സെഷൻ ആയിട്ടുള്ള 10ാമത്തെ സെഷനിലാണ്. അത് പേര് പോലെ തന്നെ സ്വിച്ച് ഇറ്റ് ഓൺ, അതായത് നിങ്ങളുടെ അക്കാഡമിക് ജേർണിയിലേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഓരോരുത്തരും ഇന്ന് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു തരുന്ന ടൈം ടേബിൾ പ്രകാരം നമ്മൾ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു ടൈം ടേബിൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനും നിങ്ങളിലേക്ക് എത്തിക്കാനുമായിട്ട് നമ്മുടെ അക്കാഡമിക് കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാർ ഇവിടെ പ്രസന്റ് ആണ്. ഞാൻ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു യു സർ.
നമുക്കറിയാം ഇപ്പൊ ദുർഗാ മാം നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. എന്താ പറയാ 10 സെഷൻസ് 9 സെഷൻസ് എന്തൊക്കെയാണ് അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഒരു BBA കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ PG എടുക്കാനുള്ള നിങ്ങളുടെ ലക്ഷ്യത്തിന് നിങ്ങൾ ഇവിടെ ലേൺവൈസ് എത്തിയതിനെ കുറിച്ചും ഓരോ സെഷൻ ഒരു ബ്രിഡ്ജ് കോഴ്സ് പോലെയാണ്. ഇപ്പൊ ഒരു എന്താ പറയാ ഒരു 10-15 ദിവസമായിട്ട് കുറെ ഓറിയന്റേഷൻ സെഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏതൊരു കാര്യം ഇപ്പൊ നിങ്ങൾക്കറിയാം ഇപ്പൊ എന്താണ് നമ്മളൊരു സ്റ്റഡീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് അല്ലെങ്കിൽ നിങ്ങൾ നിന്ന് പോയതായിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യേണ്ട സ്റ്റഡീസ് ഒക്കെ ആയിട്ടാണ് ഇപ്പൊ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ ഒരു സ്റ്റഡീസ് മുന്നോട്ട് പോകാൻ വേണ്ട ഒരു അക്കാഡമിക് കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പൊ സ്കൂളിലോ കോളേജിലോ ഒക്കെ ഫസ്റ്റ് പോയി ചെല്ലുന്ന ദിവസം നമുക്ക് ആദ്യമായിട്ട് തരുന്ന ഒരു ടൈം ടേബിൾ ആയിരിക്കും അല്ലെ. ആ ടൈം ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകുക. അപ്പൊ ഇവിടെ ലേൺ വൈസ് നിങ്ങൾ ഓരോ ദിവസം നിങ്ങൾ നമ്മളുടെ ഒരു ഫാമിലിക്ക് എത്തിക്കഴിഞ്ഞ ശേഷം ഓരോ ദിവസവും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾ ഇവിടുന്ന് പോകുന്ന വരെ, നിങ്ങൾ ഇവിടുന്ന് കോഴ്സ് ഔട്ട് ആയിട്ട് പോകുന്ന വരെയുള്ള കാര്യങ്ങൾ എന്താണ് ഓരോ ദിവസം ചെയ്യേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞൊരു ടൈം ടേബിൾ നിങ്ങൾക്കുണ്ട്. സോ ഞാൻ ആ ഒരു ടൈം ടേബിൾ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ MBA എടുത്ത് നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഒരു പ്രൊഫഷണൽ കോഴ്സിനാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ബാക്കി നമ്മൾ കോഴ്സിനെ സംബന്ധിച്ച് MBA കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പറയാനുള്ള കാര്യം വെച്ചാൽ ബുദ്ധിമുട്ട് എന്നുള്ള സെൻസിലല്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചധികം പേപ്പേഴ്സ് പഠിക്കാനുണ്ട്. ഇപ്പൊ MCOM-നാണെങ്കിലും 4 പേപ്പറാണ് പഠിക്കുക. അത് ആ ഒരു കോഴ്സിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെയാണ് കേട്ടോ. MCOM ഗ്രാജുവേറ്റ് ആവുന്നു, MBA ഗ്രാജുവേറ്റ് ആവുന്നു, രണ്ട് തന്നെയാണ്. അതിന്റെ ഒരു ഡിഫറൻസ് കൊണ്ട് തന്നെ MBA-യിൽ നിങ്ങൾക്ക് കുറച്ചധികം പേപ്പേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 7 പേപ്പേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ മെന്റേഴ്സ് നിങ്ങൾക്ക് സിലബസ് ഡീകോഡിംഗ് സെഷനിൽ ഓൾറെഡി അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. 7 ഡിഫറെന്റ് പേപ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് അതിൽ ഫസ്റ്റ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷൻ പ്രോസസ് ഉണ്ട്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ട്, ബിസിനസ് എൻവയോൺമെന്റ് ഉണ്ട്, അക്കൗണ്ടിംഗ് ഫോർ മാനേജേഴ്സ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറൽ അപ്ലിക്കേഷൻസ്, മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ബിസിനസ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ 7 ഡിഫറെന്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കാനുണ്ട്. അത്ര തന്നെ സെക്കൻഡ് സെമ്മിലും ഉണ്ട്. അതുപോലെ തേർഡ് സെമ്മിലും ഫോർത്ത് സെമ്മിലും ഒക്കെ നിങ്ങൾക്ക് ഇത്രയും നമ്പർ ഓഫ് പേപ്പേഴ്സ്. തേർഡ് സെമ്മിൽ എനിക്ക് തോന്നുന്നു 6 പേപ്പറും ഒരു പ്രോജക്ടിന്റെ കാര്യങ്ങളാണ് വരിക. അങ്ങനെയാണ്. ബാക്കി ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും എന്തായാലും 7 പേപ്പർ വെച്ച് പഠിക്കാൻ. അപ്പൊ നമുക്കറിയാം ഡ്യൂറേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച്. ഇപ്പൊ നിങ്ങൾ ജൂലൈയിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നോക്കിയാൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 4 മാസം. ഈ 4 മാസം കഴിയുമ്പോൾ തന്നെ ഡിസംബറിൽ നിങ്ങൾക്ക് ഇതിന്റെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്കി യൂണിവേഴ്സിറ്റീസ് പോലെയല്ല, ഇഗ്നോയുടെ എക്സാം ഡിസംബർ സെഷനിലാണ് എക്സാം വരിക. പറഞ്ഞാൽ ഡിസംബർ 1 തന്നെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അതിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതായത് നിങ്ങളുടെ ചിലപ്പോൾ ഡിസംബർ 1 ഇപ്പൊ ഇഗ്നോയുടെ എല്ലാ കോഴ്സിന്റെയും ബാക്ക് ടു ബാക്ക് ആയിട്ട് അവർ ടൈം ടേബിളും കാര്യങ്ങളും ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യും. പക്ഷേ നിങ്ങളുടെ എക്സാം ചിലപ്പോൾ എന്തായിരിക്കും, ഒരു ഡിസംബർ പകുതിക്ക് വരാം, ഡിസംബർ ആദ്യം തന്നെ വരാം, ചിലപ്പോൾ ഡിസംബർ ലാസ്റ്റിലോട്ട് പോയി, അങ്ങനെ വേരി ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ എന്താ മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ ഡിസംബർ ഫസ്റ്റിന് അവർ എക്സാമിന്റെ ടേം ആൻഡ് എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ജാനുവരി പകുതിയോടുകൂടി കഴിയും. അപ്പൊ ഇതില് നമുക്ക് 7 പേപ്പർ നിങ്ങൾക്ക് പഠിക്കാണ്ട് 7 പേപ്പറിൽ എല്ലാ പേപ്പറിനും 4 ബ്ലോക്ക് വെച്ചിട്ടും പഠിക്കാം. നിങ്ങൾ സിലബസ് ഡീകോഡിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 7 പേപ്പർ നമുക്ക് ഈ ഒരു ഷോർട്ട് ഡ്യൂറേഷനിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ചധികം ടൈം ടേബിൾ കുറച്ച് അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങളും കുറച്ചധികം എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ച് പാസ്സാകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം മൺഡേ മുതൽക്കാണ് നിങ്ങളുടെ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കി നോക്കൂ, 5-ാം തീയതി മൺഡേ ഓഗസ്റ്റ് 2 പേപ്പറാണ് നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കുന്നത്. ഒന്ന് നമ്മൾ ഫസ്റ്റ് ലെസൺ 10 AM, സെക്കൻഡ് ലെസൺ 7:30 PM ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മീനിങ് അപ്പൊ തന്നെ നിങ്ങൾ കാണും. ഇപ്പൊ നിങ്ങൾ വേറെ ഒരു ആക്ടിവിറ്റീസിലും ഇൻവോൾവ് അല്ല, ഫുള്ളി ഡിവോട്ടഡ് ടു സ്റ്റഡീസ് എന്നുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ 10 AM 7:30 PM തന്നെ നിങ്ങൾ ചൂസ് ചെയ്യുക. അല്ല, നിങ്ങളിപ്പോ വേറെ കുറെ വർക്കും കാര്യങ്ങളായിട്ട് ബിസിയാണ്. ഒട്ടുമിക്ക ആൾക്കാർ ആ ഒരു കാറ്റഗറിയിലാണ് വരും. നിങ്ങൾ വർക്കായിട്ട് ബിസി ആയിരിക്കും, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ് ആയിട്ട് ബിസി ആയിരിക്കും. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ആ ഒരു ഡേ കംപ്ലീറ്റ് ഓഗസ്റ്റ് 5 ആ ഒരു ഡേ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ ആ 2 ലെസൺസ് കണ്ടിരിക്കാൻ നോക്കുക. കണ്ട് മുഴുമിക്കാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ നോക്കി, ഇൻട്രൊഡക്ഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മൺഡേ ആ ഒരു ഇൻട്രൊഡക്ഷനും അതുപോലെ ലെസൺ 1 ആണ് നിങ്ങൾ കാണേണ്ടത്. ട്യൂസ്ഡേ ആണെങ്കിൽ ലെസൺ 2, അതുപോലെ ലെസൺ 3, 2 ലെസൺ ആണ് ട്യൂസ്ഡേ കാണേണ്ടത്. ഈ ലെസൺ 1, 2, 3 കഴിയുമ്പോഴേക്കും എന്തായിരിക്കും നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് MMPC 002 എന്ന് പറഞ്ഞ പേപ്പറിന്റെ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ്. അപ്പൊ 2 ദിവസം നിങ്ങൾ ഈ 4 ലെസൺസ് കാണും. ലെസൺസിന്റെ നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെന്നറിയില്ല, മാക്സിമം ഒരു 30 മിനിറ്റ്സ് ഒക്കെ വരുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ ആ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ ആയിട്ട് എന്തുണ്ടായിരിക്കും, നിങ്ങൾക്ക് അതിന്റെ ഒരു ലൈവ് സെഷൻസ് ഉണ്ടാവും. ലൈവ് സെഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്ലാസ് കണ്ടു വെറുതെ ക്ലാസ് മാത്രം കണ്ടാൽ മതിയോ? അതുപോലെ അതിന്റെ കൂടെ നമ്മൾ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള SLMs നിങ്ങൾ വായിച്ചിരിക്കണം. വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം PD നിങ്ങൾ വായിച്ചിരിക്കണം.
അത് നോക്കിയിട്ടുണ്ടാവണം. അതുപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ഉണ്ടെങ്കിൽ അതും അറ്റൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പേപ്പർ എടുത്ത് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ആൻഡ് ലൈവ് സെഷൻ ഇതുപോലെ നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് തലേ ദിവസം പറയും നാളെ നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടോ, ഈ ടൈം ടേബിളിൽ എക്സാക്ട് അതേ ദിവസം ലൈവ് സെഷൻസ് ഇല്ല, ആ ഒരു മോഡല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫാക്കൽറ്റി അവൈലബിൾ ആണ്. ഇതിൽ ചില പേപ്പേഴ്സിന്റെ ലൈവ് സെഷൻസ് എടുക്കുക ഫാക്കൽറ്റി ആയിരിക്കും, ചില പേപ്പേഴ്സിന്റെ ലൈവ് സെഷൻസ് എടുക്കുക മെന്റേഴ്സ് ആയിരിക്കും. സോ നമുക്ക് ആ ഒരു ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. നിങ്ങൾ ലെസൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ലൈവ് സെഷൻസും നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി സ്കെഡ്യൂൾ ചെയ്ത് വരും. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബ്ലോക്കിന്റെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് സെഷൻസിൽ എന്ത് ചെയ്യുക, അത് മെന്റേഴ്സിനോട് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫാക്കൽറ്റി ആണെങ്കിൽ ഫാക്കൽറ്റിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ഒരു ബ്ലോക്കിന്റെ ഒരു റിവിഷൻ പോലെ അല്ലെങ്കിൽ ഒരു സമ്മറി പോലെ ഒരു സമ്മറി സമ്മപ്പ് ചെയ്ത് എന്ത് തരും, ആ ഒരു ബ്ലോക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ആൻഡ് അഗെയിൻ നെക്സ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യും, ലെസൺ ബ്ലോക്ക് 2 സ്റ്റാർട്ട് ചെയ്യും. ലെസൺ 4, 5, 6, 7 കാണുമ്പോൾ അത്രയും 4 ലെസൺ കഴിഞ്ഞാൽ ബ്ലോക്ക് 2 കഴിയും. ഈ ബ്ലോക്ക് 2ന്റെ ഒരു ലൈവ് സെഷൻസ് ആയിരിക്കും പിന്നത്തെ ദിവസം നമ്മൾ സ്കെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ് ആ ഒരു ബ്ലോക്ക് കംപ്ലീറ്റ്. അങ്ങനെ ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴും, ഓരോ 4 ബ്ലോക്ക് കഴിയുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ ഓഗസ്റ്റ് 17 ഒക്കെ ആകുമ്പോൾ 4 ബ്ലോക്ക് കംപ്ലീറ്റ് ആ സബ്ജക്ട് കഴിയും. ആൻഡ് ഓഗസ്റ്റ് 19 മൺഡേ ആകുമ്പോൾ എന്തായിരിക്കും നെക്സ്റ്റ് സബ്ജക്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ കേസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ സബ്ജക്ട് കഴിയുമ്പോൾ, ഓരോ ബ്ലോക്ക് കഴിയുമ്പോൾ ലൈവ് വരും. അപ്പോൾ ഇപ്പൊ നിങ്ങൾ ഈ 17 കൂടി നിങ്ങളെ MMPC 002 പറഞ്ഞ സബ്ജക്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾ അതിന്റെ വീഡിയോ ക്ലാസ്സസ് കണ്ടിട്ടുണ്ടായിരിക്കണം, SLMs വായിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം, വാല്യൂ ആഡഡ് നോട്ട്സ് എക്സാം വീഡിയോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റും ചെയ്ത് നമ്മൾ ലൈവ് സെഷൻസിൽ നിങ്ങളെ മെന്റേഴ്സ് വാണി മാം ആയിരിക്കും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എടുക്കുന്നുണ്ടാവുക. അപ്പൊ വാണി മാമിന്റെ ലൈവ് സെഷൻസ് കംപ്ലീറ്റ്, നിങ്ങൾ ആ ഒരു സബ്ജക്ട് എല്ലാ രീതിക്കും അത് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ആൻഡ് അഗെയിൻ നിങ്ങൾ അടുത്ത സബ്ജക്ട് ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് സബ്ജക്ട് MMPC 001 വരും. അതിനുശേഷം MMPC 003, അതിനുശേഷം MMPC 004, സെയിം മോഡൽ കേട്ടോ. MMPC 006 ആണ് വരുന്നത്. അതിനുശേഷം നമുക്ക് വരുന്നത് എന്താണ്, MMPC 004. നമ്മൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഓരോ പേപ്പറും ഈ ടൈം ടേബിൾ പ്രകാരം കണ്ടിന്യൂ ചെയ്ത് വരും. ആൻഡ് എല്ലാം നമുക്ക് നിങ്ങളുടെ സിലബസിലുള്ള എല്ലാ പേപ്പറും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ഉണ്ടാവുക, ഇവിടെ ടൈം ടേബിൾ സെറ്റ് ചെയ്തില്ല. ഇവിടെ അപ്പോൾ നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സബ്ജക്റ്റിന്റെ കേസ് നിങ്ങൾക്ക് ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് മാനേജറിൽ അപ്ലിക്കേഷൻ MMPC 005 ആണ് നിങ്ങളെ സ്റ്റാറ്റിക് പേപ്പർ. അതിന് ചിലപ്പോൾ ഈ ഒരു ദിവസം 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഒരു ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 1, 2, 3 ദിവസം വേണ്ടി വരും. അതിൽ പ്രോബ്ലംസ് ഒക്കെ വരാൻ. ബാക്കി എല്ലാം നിങ്ങൾക്ക് ഓരോ ദിവസം തന്നെ അതിന്റെ സമ്മറി പോലെ പറഞ്ഞു പോകാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മളുടെ ടൈം ടേബിൾ വരുന്നത്. എല്ലാ ദിവസവും എല്ലാ ദിവസവും നിങ്ങൾക്ക് ടൈം ടേബിൾ ക്ലാസ്സസ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം 7 ലെസൺസ്, 7 സബ്ജക്ട്സ് ഉണ്ട്. 7 സബ്ജക്റ്റും 4 ബ്ലോക്ക് ഉണ്ട്. ഒത്തിരി ഒരു 15 ലെസൺ എങ്കിലും വെച്ച് ഓരോ ബ്ലോക്കിലും മിനിമം ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടൈം എടുക്കും. ഇങ്ങനെ ഈ ഒരു ഇത് കഴിയുമ്പോൾ നമുക്കൊരു നവംബർ 22 ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ എല്ലാ ബ്ലോക്കിന്റെയും ലൈവ് സെഷൻസ് കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഇതിന്റെ ഒരു എക്സാം സ്പെഷ്യൽ സെഷൻസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ നവംബർ 23 മുതൽ നവംബർ 30 വരെ എക്സാം സ്പെഷ്യൽ സെഷൻസ് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഓരോ ബ്ലോക്കിനും ലൈവും തന്നിട്ടുണ്ടായിരിക്കും. അതിനുശേഷം ആ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ എങ്ങനെയാണ് എക്സാമിന് എഴുതുന്നത്, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ബ്ലോക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരിക, ഓരോ ബ്ലോക്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ആ ഒരു സമയത്താണ് വരിക. സോ ആ ഒരു രീതിക്ക് ആ ഒരു എന്താ പറയാ, ബാക്കി നവംബർ 30 ആകുമ്പോഴേക്കും നിങ്ങളുടെ കോഴ്സിലെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ടൈം ടേബിൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു മോഡൽ തന്നെ, ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുക നിങ്ങൾക്ക് MMPC 004 ആണ് ആദ്യം പഠിക്കണം തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ അതാണ് ആപ്പിൽ കാണുന്നെങ്കിൽ അതിൽ കുഴപ്പമുണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അതിനെന്താ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈവ് സെഷൻസ് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ ബേസ്ഡ് ആയിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്ത് മുന്നോട്ട് പോകുക, ഓരോ ഡൗട്ടും ക്ലിയർ ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലതായിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകുക. നിങ്ങൾക്കറിയാം, നിങ്ങളൊരു ഇവിടെയൊക്കെ ജോയിൻ ചെയ്ത ഒരു പെർട്ടിക്കുലർ എയിം ഉണ്ടായിരിക്കും. അപ്പൊ ആ എയിം അനുസരിച്ച് നിങ്ങൾക്ക് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി എല്ലാവിധ സഹകരണങ്ങൾ അല്ലെങ്കിൽ എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ലേൺ വൈസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഗ്നോ ജേർണി അല്ലെങ്കിൽ ലേൺ വൈസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ MBA 4 സെമ്മും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നവരുടെ ഓരോ ദിവസം എന്താണ് ചെയ്യുന്നത് ഫുള്ളി സ്കെഡ്യൂൾഡ് ആണ്. സോ അതനുസരിച്ച് നിങ്ങളുടെ മെന്റേഴ്സ് ആണെങ്കിൽ ഒരു മെസ്സേജിന്റെ ദൂരത്ത് നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. മെന്റേഴ്സ് മാത്രം, മൊത്തം ലേൺ വൈസ് ടീം നിങ്ങളെ കൂടെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ഇത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ, നല്ല മാർക്സോട് കൂടി നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റട്ടെ. ഇതിന് ശേഷം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അവിടെ എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് വിഷയമാണ്. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. ഈ ഒരു സെഷന് ശേഷം ഇന്നോ നാളെ ആയിട്ട് നിങ്ങൾക്ക് ഈ ടൈം ടേബിൾ നിങ്ങളെ മെന്റേഴ്സ് അയച്ചു തരും. അപ്പൊ ഓഗസ്റ്റ് 5 മുതൽ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കാണാൻ ശ്രമിക്കുക. നമുക്ക് അറിയാം, നമ്മളെല്ലാവർക്കും പല പല കാര്യങ്ങളും വരും. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതായിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടി
നിങ്ങൾക്ക് അറിയാം ലൈവ് സെഷന് മുന്നായിട്ട് ഇപ്പൊ നമുക്ക് 2 ലെസൺസ് ഒരു ദിവസം കാണാൻ പറ്റുമെങ്കിൽ അടുത്ത ദിവസം ആ ബാക്കി 2 ലെസൺസും കൂടി കംപ്ലീറ്റ് ചെയ്ത് ഒരുമിച്ച് ലൈവ് സെഷൻസ് സ്കെഡ്യൂൾ ചെയ്യുമ്പോഴേക്കും അത് ഫുള്ള് കണ്ടു തീർക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നല്ല രീതിക്ക് എല്ലാം മുന്നോട്ട് പോകാൻ സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് വിഷയാണ്. താങ്ക് യു. അപ്പം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടൈം ടേബിൾ എന്താണ് എന്നുള്ളത് കണ്ടു അല്ലെ? അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ കഴിഞ്ഞ സെഷനുകളിലായിട്ട് നമ്മൾ ഒരുപാട് ടാസ്കുകൾ തന്നിരുന്നു, അതായത് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിരുന്നു. അപ്പൊ ആ ഒരു ടാസ്കിന്റെ ബേസിൽ നമ്മൾ 3 ബെസ്റ്റ് പെർഫോമേഴ്സിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ബെസ്റ്റ് പെർഫോമേഴ്സ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 3 പേരെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സെലക്ട് ചെയ്ത 3 പേര് ആരൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് കാണാം. ഓക്കെ, റെഡി അല്ലേ എല്ലാവരും? ഫസ്റ്റ് നിരഞ്ജന രവീന്ദ്രനാണ്. ഇവിടെ ഉണ്ടോ? പ്രസന്റ് ആണോ ആള്? നിരഞ്ജന. ഓക്കെ, ആളിവിടെ ഉണ്ടോ? നിരഞ്ജന പ്രസന്റ് ആണെങ്കിൽ ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് നമ്മളോടൊന്ന് സംസാരിച്ചാൽ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയേനെ. നിരഞ്ജന പ്രസന്റ് ആണോ? ഓക്കെ, നമുക്ക് അടുത്ത പെർഫോമർ ആരാന്നുള്ളത് നോക്കാം അല്ലേ? ഓക്കെ, നോക്കാം. ഓക്കെ, അടുത്തത് വിജയ് ഹരിദാസ് ആണ്. വിജയ് ഹരിദാസ് ഉണ്ട് അവിടെ? എല്ലാവരും ഉണ്ട്, എല്ലാവരും മിണ്ടാണ്ടിരിക്കണം തോന്നുന്നല്ലേ? അതെ, പ്രസന്റ് ആണെങ്കിൽ എല്ലാവരോടും നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ഒരാളും കൂടെ ഉണ്ട്. നമുക്ക് 3 പെർഫോമേഴ്സ് ആണ് ഉള്ളത്. അപ്പൊ മൂന്നാമത്തെ ആളെയും കൂടെ നമുക്ക് നോക്കാം. ഓക്കെ, ശിവരഞ്ജിനി. ശിവരഞ്ജിനി ഉണ്ടോ? യെസ് മാം, പ്രസന്റ് ആണ്. ഓക്കെ, ശിവരഞ്ജിനി ഒന്ന് വീഡിയോ ഓൺ ചെയ്തൊന്ന് പറയാൻ പറ്റുമോ? ഓറിയന്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്തതും അതിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ആയിട്ടൊന്ന് പറയാവോ? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെഷൻ ഏതായിരുന്നു? ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെക്ഷൻ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. കാര്യം ഇംഗ്ലീഷിൽ അത്ര കോൺഫിഡൻസ് അല്ല. അപ്പോഴേക്കും നമുക്ക് അതൊരു വലിയ ലേൺ വൈസ് തരുന്ന ഏറ്റവും വലിയൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പോ എല്ലാ സെക്ഷനും വളരെ ഇഷ്ടത്തോടു കൂടിയാണ് അറ്റൻഡ് ചെയ്തത് മാം. അപ്പൊ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. അതാണ് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടതും ഞാൻ എൻജോയ് ചെയ്ത് എല്ലാ സെക്ഷനും എൻജോയ് ചെയ്യുന്നു. ടാസ്ക് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു. ഓക്കെ, എന്ത് തോന്നുന്നു ഇപ്പൊ ഫസ്റ്റ് സെഷൻ തൊട്ട് ലാസ്റ്റ് സെഷൻ വരെ അറ്റൻഡ് ചെയ്ത ആളല്ലേ? എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഒരു ഡ്രീം ആയിരുന്നു. MBA എനിക്ക് പോകണം. അപ്പൊ റെഗുലർ ആയിട്ട് പഠിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അങ്ങനെ എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ ലേൺ വൈസ് അറിഞ്ഞത്. ഇപ്പൊ ഫസ്റ്റ് എൻഡ് വരെ രാഗി മാമിന്റെ നല്ല സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ ഇവരെയും എല്ലാ കാര്യം അപ് ടു ഡേറ്റ് ആയിട്ട് മാമിന്റെ സപ്പോർട്ടോടി തന്നെ ചെയ്യുന്നത്. എല്ലാ സെക്ഷനും നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനിയും അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു മാം. ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. അതെ, താങ്ക് യു ശിവരഞ്ജിനി. താങ്ക് യു മാം. ഓക്കെ, നിങ്ങളോട് വിഷസ് അറിയിക്കാനായിട്ട് നമ്മുടെ സ്റ്റുഡന്റ് സക്സസീവ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഫാത്തിമ സുഹ്റ മാം ഇവിടെ അവൈലബിൾ ആണ്. മാം ഓഡിബിൾ ആണ്, കേൾക്കാവോ? യെസ് ഓഡിബിൾ ആണ്. ഓക്കെ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്റെ പേര് ഫാത്തിമത്ത് സുഹ്റ. ഞാൻ ഇവിടുത്തെ സ്റ്റുഡന്റ് സക്സസീവ് എക്സിക്യൂട്ടീവ് ആണ്. സോ ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് ഓറിയന്റേഷൻ ക്ലാസ് ആണ്. അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമ്മുടെ ലേൺ വൈസിന് റിസോഴ്സസ് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, MBA എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് പഠിക്കാനുള്ള ഒരു സബ്ജക്റ്റ് ആണ്. സോ മാക്സിമം ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് ഒരു ഇന്നർ ഫയർ ഉണ്ട് നിങ്ങളിൽ എല്ലാവരും. ആ ഒരു ഇന്നർ ഫയർ എൻറ്റയർ ജേർണിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, സോ നമ്മള് എന്തിനും സപ്പോർട്ട് ഉണ്ടായിരിക്കും. അക്കാഡമിക്കലി നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ആയി പോവുകയാണെങ്കിൽ നമ്മൾ ഫുൾ സപ്പോർട്ടിന് ഉണ്ടായിരിക്കും. സോ ഐ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ടു എവ്രി വൺ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമ്മള് ഇനി കുറച്ച് ഇവരുടെ ഫീഡ്ബാക്ക് ഒന്ന് നമുക്ക് നോക്കിയാലോ മാം? ഇപ്പം എനിക്ക് തോന്നുന്നു കുറെ പേരൊക്കെ ഫസ്റ്റ് സെഷൻസ് മുതൽ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസ് അറ്റൻഡ് ചെയ്തവരുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സെഷൻ ഏതാണ്? അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്തതിൽ നിന്നും നിങ്ങൾക്കുണ്ടായ മാറ്റം അല്ലെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിക്ക് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ദുർഗ മാം, നിരഞ്ജന വന്നിട്ടുണ്ട് കേട്ടോ. നിരഞ്ജന അവിടെ ഉണ്ട്. ആണല്ലേ? ഓക്കെ, നിരഞ്ജന
നിരഞ്ജന ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് വീഡിയോ ഓൺ ആക്കി ഒന്ന് സംസാരിക്കാമോ? നിരഞ്ജന ബെസ്റ്റ് പെർഫോമർ ആണ്. നമ്മൾ ത്രൂ ഔട്ട് ഓറിയന്റേഷന്റെ ടാസ്കുകളൊക്കെ ചെയ്തതിൽ ബെസ്റ്റ് പെർഫോമർ ആയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് പറയാനുള്ളത്? നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഇഗ്നൂല് നമ്മുടെ ലേൺ വൈസിൽ വന്നത്. പിന്നെ മാം രാജി മാം ആണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആണ്. കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞു. എല്ലാം നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം ഞാൻ ഞാനൊരു ജോലിക്ക് ജോയിൻ ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഹോസ്റ്റലിൽ, അതുകൊണ്ടാണ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഓറിയന്റേഷൻ സെഷൻ ഏതായിരുന്നു? അതായത് നേരത്തെ ഇവിടുന്ന് പഠിച്ചിട്ട് എക്സാം ഒക്കെ എഴുതി നല്ല റാങ്ക് ലിസ്റ്റ് ഒക്കെ വന്ന് കുറച്ച് പേര് പറഞ്ഞ ആ ഒരു മീറ്റ് അലുമിനി മീറ്റ് ആയിരുന്നു തോന്നുന്നു. അലുമിനി ടോക്ക് ആയിരുന്നു. ഓക്കെ അതെ. ഓക്കെ, താങ്ക് യു നിരഞ്ജന. ഓക്കെ മാം. താങ്ക് യു. ഇനി ആരാണ് നമ്മുടെ ഫീഡ്ബാക്ക് പറയാനായിട്ട് മുന്നോട്ട് വരുന്നത്? ഇനി ആരെയും നമ്മൾ പേരെടുത്ത് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവരും ഇപ്പം ലേൺ വൈസ് ഫാമിലിയുടെ മെമ്പേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മടിയില്ലാതെ തന്നെ മുന്നോട്ട് വരാം. ഇത്രയും ദിവസത്തെ ഒരു എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ MBA സ്റ്റുഡൻസ് അല്ലേ? വളരെ ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. സേഹലൂട്ടൂൽ എല്ലാവരും എനിക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ആരും നമ്മള് വിളിക്കാതെ തന്നെ എല്ലാവരും മുന്നോട്ട് വന്നിരുന്നു. ആ ഒരു എനർജി ഒന്നും ഇപ്പൊ കാണുന്നില്ല. ടീന ഹരിദാസ് ഉണ്ടെന്ന് ഒന്ന് പറഞ്ഞു ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാമോ? വിജയ് ഹരിദാസ് ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ. ആണോ? വിജയ് ഹരിദാസ് പ്രസന്റ് ആണോ? വന്നിട്ടുണ്ടോ ഇവിടെ സെഷനില്? ഓക്കെ, ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാമോ? എനിക്കെല്ലാം വളരെ പോസിബിൾ ആണെങ്കിൽ വീഡിയോ ഓൺ ചെയ്തോളൂ. ഹലോ, പറഞ്ഞു, കേൾക്കാം. എനിക്ക് എല്ലാം വളരെ ഉപകാരപ്പെട്ടു. കുറെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി. എല്ലാ സെഷനും പറ്റുന്നത്ര ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് തോന്നുന്നു? എന്താ ഫീൽ ചെയ്തേ? അൺമ്യൂട്ട് ചെയ്യാവോ? കേൾക്കുന്നില്ല. ഹലോ, ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞു. എനിക്ക് കുറെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ആയി. എക്സാം സെന്ററിൽ ചെല്ലുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ആയി. ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള സെഷൻ ഏതായിരുന്നു? അത് നേരത്തെ പഠിച്ചു പോയവരുടെ ഫീഡ്ബാക്ക് ഉള്ള സെഷൻ. അലുമിനി ടോക്ക് ആയിരുന്നു അല്ലേ? താങ്ക് യു. താങ്ക് യു വിജയ്. ഓക്കെ, ഇനി ആരാണ് ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാനായിട്ട് വരുന്നത്? ഇങ്ങനെയാണോ MBA സ്റ്റുഡൻസ്? ഹലോ മാം, ഓഡിബിൾ ആണോ? കേൾക്കാം ടീന, പറഞ്ഞോളൂ. മാം, ഞാൻ ആദ്യത്തെ കുറച്ച് ഓറിയന്റേഷൻ സെഷനിലൊന്നും അറ്റൻഡ് ചെയ്തിരുന്നില്ല, ലേറ്റ് ആയിട്ടാണ് അഡ്മിഷൻ എടുത്തത്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 5th ഓറിയന്റേഷൻ സെഷൻ തൊട്ട് കണ്ടിരുന്നു. അതില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഓറിയന്റേഷൻ സെഷൻ ഇംഗ്ലീഷിന്റെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അലൂമിനി ടോക്ക് ഉണ്ടായിരുന്നല്ലോ, അപ്പോ അതും നല്ല ഇഫക്റ്റീവ് ആയിട്ട് തോന്നി. കാരണം ഓരോ സ്റ്റുഡൻസും അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു മോട്ടിവേറ്റഡ് ആയിട്ട് തോന്നി. അതുപോലെ തന്നെ ശരിക്കും ആദ്യം ഇതിൽ ജോയിൻ ചെയ്യുമ്പോൾ കുറെ ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം 7 സബ്ജക്റ്റ് ഉണ്ട്, വളരെ കുറച്ചൊരു ടൈം ലിമിറ്റേ നമുക്കുള്ളൂ. അപ്പൊ 6 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ അത്രയും സബ്ജക്റ്റ്, അതിന്റെ അസൈൻമെന്റ്സ്. അപ്പം നമ്മളൊരു റെഗുലർ സ്റ്റുഡന്റ് അല്ലാതെ
എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നൊക്കെ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ ജോയിൻ ചെയ്തെങ്കിലും. അപ്പോ നമ്മളുടെ പ്രീവിയസ് സ്റ്റുഡൻസിന്റെ ഒക്കെ ഒരു അഭിപ്രായം കേട്ടപ്പോ നല്ലപോലെ ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നി നമുക്ക് പറ്റും. കാരണം മിക്കവരും വർക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ എന്താണ് വേറെ പിന്നെ 2 കോഴ്സൊക്കെ അറ്റ് എ ടൈമിൽ ചെയ്യുന്നവരും ഒക്കെയാണ്. അപ്പം പോസിബിൾ ആവും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായി. അതുപോലെ തന്നെ പഠിക്കുന്നതിന് പ്രായം ഒരു തടസ്സമേ അല്ലെന്നും മനസ്സിലായി. നമ്മളുടെ അലൂമിനി മീറ്റില് വന്നിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും എല്ലാം ഒരുപാട് സന്തോഷം തോന്നി. എല്ലാരും അത്രയും പിന്നെ എഫോർട്ട് എടുത്ത് പഠിക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോ. പിന്നെ ഇംഗ്ലീഷിന്റെ സെഷനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാമിന്റെ ക്ലാസ് നല്ല എഫക്റ്റീവ് ആയിരുന്നു. കാരണം ഇംഗ്ലീഷിനകത്ത് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് കുറവുണ്ടായിരുന്നു. അപ്പൊ മാമിന്റെ ആ ക്ലാസ് ഒക്കെ കണ്ടപ്പോ ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം കഴിയുമ്പോഴത്തേക്കും അതിൽ നല്ല ഒരു എന്താണ് സ്റ്റാൻഡേർഡിൽ എത്തുമെന്ന് ഒരു കോൺഫിഡൻസ് തോന്നി. അങ്ങനെ എല്ലാ ഓറിയന്റേഷനും നല്ല രീതിയിൽ തന്നെ എഫക്റ്റീവ് ആയിരുന്നു. അതുപോലെ ഹാപ്പിനെസ് അംബാസഡർ എന്നുള്ള കൺസെപ്റ്റ് ആണെങ്കിലും നല്ലപോലെ ഇഷ്ടപ്പെട്ടു. അതൊന്നും വേറെ ഒരിടത്തും കിട്ടാത്തൊരു കാര്യമാണ്. വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്താണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെ സംസാരിക്കാൻ അതിന് പ്രത്യേക ഒരു വിങ്ങും ഒരു കൗൺസിലറും ഒക്കെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. കാരണം നമ്മളുടെ കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഓരോരുത്തരും ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. അപ്പോ ഫാമിലിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ അവര് ജോലി ചെയ്യുന്ന പ്ലേസിൽ നിന്നാണെങ്കിലും പലതരത്തിലുള്ള പ്രഷറും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെയൊക്കെ ഒന്ന് എന്താണ് മാറ്റാനായിട്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതേപോലെ എന്താണ് നമ്മളുടെ മെന്റേഴ്സ് ആണെങ്കിലും എന്റെ മെന്റർ വാണി മാം ആണ്. മെന്റർ ആണെങ്കിലും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നല്ലൊരു നമ്മളുമായിട്ട് നന്നായിട്ട് ഫോളോ അപ്പ് ചെയ്തു പോകുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് എന്റെ ഫീഡ്ബാക്ക്. എനിവേ എനിക്ക് ഈ ഒരു ലേൺ വൈസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഏറ്റവും നല്ല ഒരു എക്സാക്ട് പ്ലേസിൽ തന്നെയാണ് എത്തിയെന്നൊരു കോൺഫിഡൻസ് ഇപ്പോൾ തോന്നുന്നുണ്ട് ഈ ഓറിയന്റേഷൻ സെഷൻസ് കഴിഞ്ഞപ്പോഴത്തേക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ടൈം ടേബിളിനൊക്കെ വേണ്ടിയിട്ടൊരു ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി പഠിച്ചു തുടങ്ങാൻ നല്ലൊരു എനർജി ഇപ്പൊ തോന്നുന്നുണ്ട്. അത് ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. അപ്പൊ എല്ലാത്തിനും മെന്ററിന്റെ സപ്പോർട്ടും ലേൺ വൈസിന്റെ സപ്പോർട്ടും ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു. ഓക്കെ മാം. തീർച്ചയായിട്ടും ടീന. താങ്ക് യു ഫോർ യുവർ ഫീഡ്ബാക്ക്. റംസീന ഒന്ന് സംസാരിക്കാമോ? ഹലോ, ആക്ച്വലി ഞാൻ പുതിയ മെമ്പർ ആണ്. ഇവരെല്ലാരും പറയുമ്പോൾ ഭയങ്കര ഞാൻ ഈഗർ ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുക. എന്താ വെച്ചാൽ ഒരു ഓറിയന്റേഷൻ ക്ലാസ്സിൽ പോലും ഞാൻ കയറിയിട്ടില്ല. ഞാൻ എന്റെ ലാസ്റ്റ് ഒരു 2 days ആയിട്ട് മാത്രമേ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളൂ. ഇബ മാമിനെ അറിയാം, എന്റെ മെന്റർ ആണ്. അപ്പൊ ഈ വിത്തിൻ 2 days എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല ഫോളോ അപ്പ് ആയിരുന്നു. എന്താണ് ചെയ്യേണ്ടത് എനിക്ക് ആക്ച്വലി കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്നു. എന്താണ് ഇഗ്നോർ അറിയില്ല. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്ത് നമ്മൾ എന്ത് വാല്യൂ ഉണ്ടോ ഒന്നും അറിയില്ല. കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിരുന്നു. ഞാനൊരു യൂട്യൂബ് വീഡിയോ ചാനൽ കണ്ടിട്ട് അങ്ങനെ വന്നതായിരുന്നു ലേൺ വൈസിലേക്ക്. ഇപ്പൊ ലാസ്റ്റ് ഇയാൾ പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് ആയ പ്ലേസിൽ തന്നെ എത്തിപ്പെട്ടെന്നൊരു ഫീൽ ഉണ്ടാവില്ലേ. എല്ലാം എനിക്ക് ഡൗട്ട്സ് ഒക്കെ അപ്പപ്പോ ക്ലിയർ ആയി. ഓക്കെ, അൽഹംദുലില്ലാ ഞാന് ഇപ്പൊ ക്ലിയർ ആണ്. ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ലാസ്റ്റ് മിനിറ്റിൽ കയറിയിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഫുള്ളി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പൊ ഓക്കെ, ഇവരുടെ ഫീഡ്ബാക്സ് കേട്ടപ്പോ തോന്നുന്നു ഷോ ഞാൻ വൈകി പോയോ, ഓറിയന്റേഷൻ ഞാൻ മിസ് ചെയ്തു പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി. എന്തായാലും ഞാൻ ഹോപ്പ് ചെയ്യുന്നുണ്ട് ഇവിടെ നിന്ന് നല്ല സപ്പോർട്ട് കിട്ടും. ഇപ്പൊ തന്നെ ഒരു ഹോപ്പ് കിട്ടി. ഈ ഓറിയന്റേഷൻ കേട്ടപ്പോൾ തന്നെ ഒരു അലൂമിനിയുടെ കാര്യം പറഞ്ഞല്ലോ. മേ ബി എനിക്ക് ആ റെക്കോർഡ് കിട്ടുകയാണെങ്കിൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയായിരുന്നു അലൂമിനി, എന്താണ് അവരുടെ ഫീഡ്ബാക്ക്, അവരെന്തായാലും എക്സ്പ്ലോർ ചെയ്തത്, എക്സ്പെക്ട് ചെയ്തെന്നൊക്കെ നോക്കാം ഇൻഷാ അല്ലാഹ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാ സെഷൻസിന്റെയും റെക്കോർഡ് അവൈലബിൾ ആണ്. കറസ്പോണ്ടിങ് മെന്റർ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അതെല്ലാം കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, ഇനി ആരാണ് വരുന്നത്? ആദിത്യ, അഖിൽ, അലീന, അമിൻ, അഞ്ജിത, അനുഷ. MBA സ്റ്റുഡൻസിനെ ഇങ്ങനെ വിളിക്കുന്നത് മോശമാണ് കേട്ടോ. ആക്റ്റീവായിട്ട് എല്ലാരും മുന്നോട്ട് വരണ്ടേ. അർജുൻ,
ഹലോ മാം. ഓക്കെ. റിയാനയാണോ? ആ ചെറിയൊരു റേഞ്ച് ഇഷ്യൂ ഉണ്ട്, ഇവിടെ നല്ല കാറ്റൊക്കെ ആയോണ്ടേ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഓറിയന്റൽ ക്ലാസ് അടിപൊളിയായിരുന്നു. ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ ഓറിയന്റേഷൻ ക്ലാസ് വരുമ്പോ ഇതെങ്ങനെ ഓൺലൈനിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഒരു അറിയില്ലായിരുന്നില്ല. പക്ഷെ ഫസ്റ്റത്തെ ക്ലാസ് തന്നെ അടിപൊളിയായിരുന്നു. നല്ല ആക്റ്റീവായിട്ട് എല്ലാരും പരിചയപ്പെട്ട് പ്രോഗ്രാമും ആക്ടിവിറ്റി പ്രോഗ്രാമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അതുപോലെ ഞാന് ആ മഡിൽ ടു ഇംഗ്ലീഷ് ഇല്ലേ, അത് നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. ഇംഗ്ലീഷിന്റെ ക്ലാസ് ആയിരുന്നു. പിന്നെ പറയാനുള്ളത് ഞങ്ങളെ മെന്റർ അടിപൊളി രാഗി മിസ്, എല്ലാതും അതേമാതിരി അപ്ഡേറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാണ്ട്. എന്താണ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിലും സപ്പോർട്ട്. നമ്മളൊന്ന് വീക്ക് ആയി കഴിഞ്ഞാലും മിസ് നല്ല കോൾ ചെയ്തിട്ട് വിളിച്ച് സപ്പോർട്ട് ചെയ്യും. എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. ഓക്കെ, താങ്ക് യു റിയാന. ഇനി ആരാണ് വരുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് മാം ഇവരുടെ ഒരു റാപ്പപ്പ് വീഡിയോ ഒന്ന് കണ്ടാലോ? നിങ്ങളുടെ ഈ ഒരു ജേർണി, നിങ്ങൾ സെഷൻ 1 മുതൽ ഇപ്പൊ നിങ്ങൾ സെഷൻ 10 എത്തി നിൽക്കുകയാണ്. അപ്പൊ ഇതുവരെയുള്ള സെഷൻസിന്റെ ജേർണി നിങ്ങൾ ഏതിലൂടെയൊക്കെയാണ് കടന്നു വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കണ്ടാലോ? റെഡിയാണോ എല്ലാവരും? എല്ലാരും റെഡി അല്ലേ? നമുക്കൊരു വീഡിയോ കാണാല്ലേ നമ്മുടെ ഇതുവരെയുള്ള നിങ്ങളുടെ ഒരു ജേർണി. ഓക്കെ, ഷെയർ ചെയ്യാം. സ്ക്രീൻ ഓക്കെ ആണോ? കാണുന്നുണ്ടോ? യെസ് മാം, കാണാം. Welcome to a visual journey through the vibrant and unforgettable moments of the July 2024 batch. Together, we've embarked on a path of discovery and growth, experiencing both challenges and triumphs. Let's revisit these cherished times as we celebrate the bonds and insights we've gained. As our sessions conclude, the bonds and memories we've forged will endure. ഓക്കെ, നിങ്ങളിപ്പോ ഒരു റാപ്പപ്പ് വീഡിയോ കണ്ടല്ലേ? എല്ലാരും ഇതുവരെയുള്ള സെഷൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരുപാട് പേര് നിങ്ങളെ വീഡിയോയിൽ
കണ്ടിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര് സംസാരിക്കുന്നതും അതുപോലെ തന്നെ ഇതുവരെയുള്ള സെഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഹാപ്പിനെസ് അംബാസിഡർ സെഷൻ, അതുപോലെ തന്നെ ഇഇപിന്റെ സെഷൻസും ഒരുപാട് സെഷൻസ് അല്ലേ. അപ്പൊ ഇതുവരെ കണ്ടക്ട് ചെയ്തിട്ടുള്ള അലുമിനി ടോക്കിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങളുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ പറയാ, നിങ്ങളിപ്പം പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മാക്സിമം ഇതുപോലെയുള്ള നിങ്ങൾക്ക് ഓരോ സെഷൻസും തരുന്നത് നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങൾ ആ സർവീസസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ ഇത്തരത്തിലുള്ള സർവീസസ് ഒക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി നമുക്ക് കുറച്ച് പേരുടെ ഫീഡ്ബാക്കും കൂടെ കേൾക്കാം അല്ലേ? ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാൻ വരുന്നത്? ഹലോ മാം, കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ നൗഫീറ, കേൾക്കാം. ഞാന് ഇതുപോലെ ഒരു 6 ഇയർ ഗ്യാപ്പ് ഉണ്ടല്ലോ എനിക്ക് എന്റെ ക്ലാസ്സിന്. ഈ ക്ലാസ്സിന് MBA ജോയിൻ ചെയ്തപ്പോ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട്. അപ്പോ എനിക്ക് അറിയില്ലായിരുന്നു ഇത് എവിടുന്നാണ് തുടങ്ങേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്ന്. നോർമലി ഞാൻ ഇഗ്നോന്ന് കേട്ടെന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും അറിയില്ല. അങ്ങനെ ഇൻസ്റ്റഗ്രാം വഴിയാണ് ഞാൻ ലേൺ വോയ്സ് കണ്ടത്. അപ്പോ ഇതിൽ കയറി വെക്കുമ്പോ, ഓറിയന്റേഷൻ ക്ലാസ്സിൽ കയറി വെക്കുമ്പോ നമുക്കൊരു ഐഡിയ കിട്ടി. മറ്റേത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല, എന്താണ്, എങ്ങനെ തുടങ്ങണം, എവിടുന്ന് തുടങ്ങണം ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പൊ ഒരു ഐഡിയ വന്നു എവിടുന്നാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഫസ്റ്റത്തെ ക്ലാസ്സിൽ തന്നെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു, എനിക്ക് പറയാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ്. മറ്റേത് എനിക്ക് ഇങ്ങനെ ക്യാമറന്റെ മുന്നിൽ നിന്ന് സംസാരിക്കാനൊന്നും കഴിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ നൗഫീറ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാമോ? ഇതുവരെ കേട്ടിണ്ടായിരുന്നില്ല. പറഞ്ഞു. പിന്നെ എന്താ നമ്മളെ മെന്റർ എനിക്ക് അതാണ് എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത്. കാരണം ഏത് കാര്യത്തിന് എല്ലാ ആഴ്ചയും വിളിച്ച് നമ്മളെ കാര്യങ്ങൾ അന്വേഷിക്കും. അപ്പൊ നമുക്ക് തന്നെ ഒരു ഒരാള് നമ്മളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനുണ്ടല്ലോ എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോ പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ആരതൊക്കെയാ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് ആകെ ടെൻഷനായി. അല്ലോ അവരൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇന്റത് കഴിഞ്ഞില്ലല്ലോ എന്ന്. അപ്പൊ മെന്റർ പറഞ്ഞു അതൊക്കെ എല്ലാവരും അങ്ങനെ കഴിയും, അതെന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കോൺഫിഡൻസ് തന്ന് ഇപ്പൊ അൽഹംദുലില്ലാഹ് ഞാൻ റെഡി ആയി, ഒന്ന് ട്രാക്കിലേക്ക് കേറിയിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ലേൺ വൈസിന്റെ ഈ ഒരു കാരണം ഞാൻ വേറെ ആൾക്കാർക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കല് തുടങ്ങിയിരിക്കണ്. കാരണം ഈ ഒരു ഇത് നല്ലൊരു പ്ലാറ്റ്ഫോം ആണെന്നുള്ള ഒരിത്. അപ്പോ ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു നൗഫിറ. ഇനി ആരാണ് വരുന്നത്? അഞ്ജിത. ഹലോ, പറഞ്ഞോളൂ. നല്ല സെക്ഷൻസ് ആയിരുന്നു എല്ലാം. ഒരു പോസ്റ്റ്മോർട്ടം പീരീഡിലൂടെ ഇങ്ങനെ പോവായിരുന്നു. അപ്പൊ ഭയങ്കര ബോറടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ ഒരു കോളേജ് ലൈഫിലേക്ക് ആയ പോലെയുണ്ട് സെഷൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ. പിന്നെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, ഹാപ്പിനെസ് സെഷൻ, അലുമിനി ടോക്ക്, അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ കാരണം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കൊണ്ട് ചില ക്ലാസ്സുകളൊന്നും ശരിക്കും അങ്ങോട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ മാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഭയങ്കര ത്രില്ലിൽ ഇരിക്കുകയാണ്. സിലബസ് ഒക്കെ കിട്ടി. പിന്നെ ടൈമിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ട്രാക്കിലാവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ട്രാക്കിലേക്ക് എത്തും. ഓക്കെ അഞ്ജിത, താങ്ക് യു. ഇനി ആരാണ് ഫീഡ്ബാക്ക് പറയാനായിട്ട്? ഇവരെ പോലെ നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ്, നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് കേൾക്കണ്ടേ. MBA സ്റ്റുഡൻസ് ഒരിക്കലും ഇങ്ങനെ മടിച്ചു നിൽക്കരുത് കേട്ടോ. ആരെങ്കിലും ഇനി ഫീഡ്ബാക്ക് പറയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടോ? ഹിബ മാം പേര് വിളിച്ചോളൂ. ഒരു വിളിച്ചാലാണ് വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. അബ്ദുൽ സമദ് വന്നിട്ടുണ്ടല്ലോ. ഫഹദ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അബ്ദുൽ സമദ് വന്നിട്ടുണ്ട്, വീഡിയോ ഓൺ ആക്കി വന്നതാ. ഓക്കെ, നമുക്ക് എന്തായാലും ആളുടെ ഫീഡ്ബാക്ക് കേൾക്കാം അല്ലേ? കേൾക്കാം. അൺമ്യൂട്ട് ചെയ്യാവോ? മ്യൂട്ട് ആണെന്നാണ് തോന്നുന്നത്. ഓഡിബിൾ അല്ലല്ലോ. കേൾക്കുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഓഡിയോ ക്ലിയർ ആവുന്നവരെ നമുക്ക് ഫഹദിന്റെ ഫീഡ്ബാക്ക് കേൾക്കാം. ഫഹദ് വീഡിയോ ഓൺ. ഓക്കെ, കേൾക്കാം, പറഞ്ഞു.
ഇത് പറയേണ്ടത് ഓറിയന്റേഷൻ സെക്ഷൻസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. കുറെ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഈ മഴ കാരണം നെറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നോണ്ട് കുറെ ഇതൊന്നും നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലേന്ന്. പിന്നെ മറ്റേ അലുമിനി ടോക്ക്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെക്ഷൻ. അതായത് ഇപ്പൊ ഇതിൽ കയറുന്ന എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുമെന്ന്. ഇപ്പൊ നമുക്ക് ഒരിക്കലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് മാത്രം ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് പഠിച്ചിറങ്ങിയവരെ എക്സ്പീരിയൻസ് കേൾക്കുമ്പോൾ അത് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ, എനിക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ അതേപോലെ എന്റെ മെന്റർ ആണെങ്കിലും വാണി മാം ആണെങ്കിലും ഡെയിലി എല്ലാ കാര്യങ്ങളും വിളിച്ച് ചോദിക്കലും, ഇപ്പൊ ഈ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ടൈമിന് പോലും എനിക്ക് മെസ്സേജ് ഇട്ട് ഓക്കെ അല്ലേ, അവിടെ സേഫ് അല്ലേ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് എന്റെ മെന്റർ എനിക്ക് തരുന്നുണ്ട്. അപ്പോൾ ഞാനും ഇതേപോലെ ഒന്ന് എന്താ പറയാ ട്രാക്ക് കയറണുള്ളൂ, ഒന്ന് കയറി കിട്ടണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു ഫഹദ്. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഞാൻ തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ക്ലാസ്സുകളെല്ലാം വളരെ ഉപകാരപ്രദമായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ അലൂമിനി മീറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അത് ശരിക്കും എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ലാസ്റ്റ് ഇന്നത്തെ സെക്ഷനിൽ ഈ ടൈം ടേബിൾ കൂടി കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി, കാരണം കുഴപ്പമൊന്നുമില്ല, ഇത്രേ ഉള്ളൂ എന്നുള്ളൊരു തോന്നല് വന്ന്. എന്ന് വെച്ചാൽ നിസ്സാരമായിട്ട് എടുക്കുകയല്ല, കാര്യത്തിൽ തന്നെ എടുക്കാണ്. പിന്നെ എന്റെ മെന്റർ വാണി മാം ആണ്. മാം നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ഉണ്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചോദിക്കുന്നുണ്ട്. സന്തോഷം. എല്ലാവരോടും താങ്ക്സ്. താങ്ക് യു അബ്ദുൾ. ഇനി ആരാണ് വരുന്നത്? എല്ലാവരും മുന്നോട്ട് വരണം, എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഷെയർ ചെയ്യണം. ഇത് നമ്മുടെ സെഷനാണ്, അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം ഫീഡ്ബാക്കിലൂടെ പറയാം. നമ്മളെല്ലാവരും ഒരുമിച്ചാണല്ലോ ഇത്രയും സെഷൻസ് അറ്റൻഡ് ചെയ്തത്. ജിതിഷ വരുന്നുണ്ട്, നമുക്ക് ജിതിഷ പറയുന്നത് എന്താന്ന് കേൾക്കാം അല്ലെ? കേൾക്കാം. ഹായ്, ഗുഡ് ഈവനിങ് എല്ലാവർക്കും. ഞാന് Good evening. ഈ മഴ കാരണം ആദ്യത്തെ 2-3 സെഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഇടയ്ക്ക് എനിക്ക് കണക്ഷൻ പോവും, അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു കുറച്ച് ദിവസം. 2 സെഷൻ എന്തോ അങ്ങനെ പോയിട്ടുണ്ട് എനിക്ക്. പിന്നെ വീട്ടില് നമ്മള് എല്ലാവരും ഉള്ളത് കൊണ്ട് എനിക്ക് ചിലപ്പോ കേറി കുറച്ചു നേരം കഴിയുമ്പം പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ ഇത് മാക്സിമം ഞാൻ സ്വിച്ച് ഓൺ ചെയ്ത് വെക്കും. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ കേൾക്കാറുണ്ട്. അതുകൊണ്ട് ആക്ച്വലി ലേൺ വൈസിന്റെ സെഷൻസ് ഒക്കെ എന്നെ പോലെ ഒരാൾക്ക് കംപ്ലീറ്റ്ലി പേപ്പർ പെൻ മോഡ് ഓഫ് ലേണിംഗിൽ പഠിച്ച ആൾക്ക്, എന്റെ പിള്ളേരൊക്കെ യൂണിയിൽ പഠിക്കുന്ന പിള്ളേരാ. അപ്പോ അവരൊക്കെ ഈ ഓൺലൈൻ സെഷൻ ഈ കോവിഡിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇവരെങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നതെന്ന്. ഇപ്പം ഞാനത് ട്രൈ ചെയ്യാനുള്ള പുറപ്പാടിലായതുകൊണ്ട് എനിക്കും കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, ഹൗ വിൽ ഇറ്റ് വർക്ക് എന്നുള്ളത്. ക്യൂരിയോസിറ്റിയും ആങ്സൈറ്റിയും ഒക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളപ്പോഴാണ് അലുമിനി സെഷൻ എനിക്ക് അറ്റൻഡ് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ദാറ്റ് എൽഡർലി ആയിട്ടുള്ള ഒരു സർ, ഒരു പ്രിൻസിപ്പൽ റിട്ടയർഡ് സർ വന്നിട്ട് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ, ഈ ഏജിലും അവർക്ക് പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്കും പറ്റും എന്നൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷെ ഇന്നിപ്പോ ഞാൻ വാണി മാമിന് മെസ്സേജ് ഇട്ടതേ ഉള്ളൂ. ടൈം ടേബിൾ കണ്ടപ്പോ എനിക്ക് ഇത്തിരി ഒരു ഫിയർ ഫാക്ടർ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെ കവർ ചെയ്യും, ഹൗ കെൻ ഐ റീകളക്ട് ഞാൻ പഠിച്ചതൊക്കെ എന്നുള്ള ഒരു ഫിയർ വന്നിട്ടുണ്ട്. മേ ബി വാണി മാം പറഞ്ഞ പോലെ പറ്റും എന്നുള്ള ഒരു മോട്ടിവേഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാണി മാം. അപ്പം അങ്ങനെ പറ്റും എന്നുള്ള ഒരു ധാരണയിൽ മുന്നോട്ട് പോകുന്നു. സെഷൻസ് ഒക്കെ വളരെ നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ജിതിഷ. തീർച്ചയായിട്ടും പറ്റും. എല്ലാവരും സപ്പോർട്ട് ചെയ്യും. വാണി മാം കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ടും അതുപോലെ തന്നെ കൂടെ ഉണ്ടാവും, മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് MBA അച്ചീവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ജിതിഷ. ഇനി ആരാണ് വരുന്നത്? സംസാരിച്ചൂടെ? ഒഴിഞ്ഞിരിക്കുകയാണല്ലേ ഒരു രമ്യ. ഫീഡ്ബാക്ക് നമുക്ക് വേണ്ടിയിട്ട്. ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ നല്ലതായിരുന്നു. ഞാൻ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സെഷൻസ് ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് യൂട്യൂബ് വീഡിയോ കാണുക ചെയ്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അലുമിനി മീറ്റ് നല്ല ഇഷ്ടമായി. അതില് പഠിച്ചെടുക്കാൻ പറ്റുമോ, എൻ്റെ മീൻസ് കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ പിന്നെ അവരുടെ വിദ്യാഭ്യാസം കൂടി ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുറെ വർക്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നവരെയൊക്കെ, കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരെയൊക്കെ എക്സ്പീരിയൻസ് കേട്ടപ്പോൾ
എനിക്കും പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്. ഇനി ആരാണ് വരുന്നത് അടുത്തത്? നിങ്ങൾ MBA എടുക്കുന്ന കുട്ടികളാണ്, അപ്പം ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് ഇവർക്ക് ഇത്ര മടി ഉണ്ടായിരുന്നില്ല. അതെ അതെ, സേഹലോറ്റും എല്ലാരും ചാടി കയറി വരികയായിരുന്നു. ഇതിൽ ആരും കാണുന്നില്ല. ഇന്ന് എല്ലാവിടെയും മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ടാണോ? രാഖി മാമിന്റെ സ്റ്റുഡൻസ് എല്ലാരും വന്നായിരുന്നോ? കുറെ പേരൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് പറയുന്നത്. ചോദിക്കുമ്പോ നെറ്റ്വർക്ക് ഇഷ്യൂ എന്ന് പറയുന്നുണ്ട് എല്ലാവരും. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിലേക്ക് കടന്നാലോ മാം? ഓക്കെ ഓക്കെ. അപ്പം നമുക്കിപ്പോ നിങ്ങൾ എല്ലാവരും കണ്ട് നമുക്കൊരു അച്ചീവ്മെന്റ് അവാർഡ് 3 പേർക്ക് കിട്ടിയല്ലേ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എക്സലൻസ് അവാർഡ് ഉണ്ട്. അപ്പം എക്സലൻസ് അവാർഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഒരു ഓൺലൈൻ അസസ്മെന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പം 10 സെഷൻസ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ 10 സെഷൻസും കണ്ടിട്ടുള്ള, അത് അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ടെസ്റ്റ് പോലെ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ആ ഒരു അസസ്മെന്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു എക്സലൻസ് അവാർഡ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഫീഡ്ബാക്ക് ഫോമും കൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും ആഫ്റ്റർ ദിസ് സെഷൻ. അപ്പം നിങ്ങൾ അത് ഫിൽ ചെയ്ത് തരാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഓരോ ആൾക്കാരുടെയും ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അത്രയും വാല്യൂഡ് ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഫീഡ്ബാക്ക് ഫോം ഫിൽ ചെയ്യും കൂടെ ചെയ്യാട്ടോ. ഓക്കെ, അപ്പം എനിവേ എന്തായാലും എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയാണ്. എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഒരു മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ സ്റ്റഡീസിനെ കാണാം. അതുപോലെ തന്നെ അത് സ്റ്റഡീസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പഠനം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ വെക്കാം. ഓക്കെ, എനിവേ എല്ലാവർക്കും വെരി ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇന്ന് തന്നെ നിങ്ങളുടെ കറസ്പോണ്ടിങ് മെന്റർ ഹിബ മാമും രാഖി മാമും ഒക്കെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഫോം ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അത് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഫിൽ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ എക്സലൻസ് അവാർഡിനുള്ള ലിങ്കും നിങ്ങൾക്ക് പതിയെ നാളെ ആയിട്ടൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ അതും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്. ലീവ് ചെയ്യാം കേട്ടോ.